വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിനും അത്ര കണ്ട് തന്നെ വാശിയുണ്ട്, ഏറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ഒട്ടും കുറച്ചുകൊണ്ടല്ല രാഷ്ട്രീയ കേരളം ഈ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് സാരം. വയനാട്, ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും വിജയം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ വോട്ട് ശതമാനം ഉയർത്തുക എന്നത് മാത്രമാണ്. പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട് വലിയ തരത്തിലുള്ള ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതുവരെ കളത്തിലല്ലാതിരുന്ന LDF പോലും കളത്തിലിറങ്ങിക്കൊണ്ട് ഒരു ത്രികോണ മത്സരത്തിലേക്ക് പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രാധാന്യം തന്നെ പാലക്കാടിനുണ്ട്. ചേലക്കരയിലേക്ക് വന്നാൽ ചേലക്കര എന്ന് പറയുന്ന K രാധാകൃഷ്ണന്റെ ചെങ്കോട്ട, അത് ഇത്തവണ രമ്യ ഹരിദാസിന് അനുകൂലമായി വിധിയെഴുതുമെന്ന വലിയ പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതൊന്നുമല്ല. ഈ 3 മണ്ഡലങ്ങളിലും മുന്നിട്ട് നിൽക്കുക അഥവാ വിജയപ്രതീക്ഷ യഥാർത്ഥത്തിൽ കോൺഗ്രസിനാണ് എന്ന് പറയുന്ന വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുമുണ്ട്. ഒരർത്ഥത്തിൽ അത്തരമൊരു ആശങ്ക ഇടതുപക്ഷത്തിനുമുണ്ട്, BJPക്കുമുണ്ട്. അവിടെ ആകെ ഒരു വ്യത്യാസം വരുന്നത് പാലക്കാട് മാത്രമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കോൺഗ്രസ് ആണ് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നതെങ്കിലും കോൺഗ്രസിനേക്കാൾ വലിയ നേട്ടം വരിക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണ്. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ വയനാട്ടിലാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാലും നേട്ടമുണ്ടാകുന്നത് LDFനാണ് എന്ന് സാരം. അതിനുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യം പാലക്കാട് നിയമസഭാ മണ്ഡലം എടുക്കാം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ തന്നെ പാലക്കാട് ശക്തമായ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ശക്തമായ മത്സരം നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ മാത്രമായിരുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ CPMനെ സംബന്ധിച്ചോ LDFനെ സംബന്ധിച്ചോ ആ പേര് വാക്കുകളിലോ കളത്തിലോ നിറഞ്ഞു നിന്നിരുന്നില്ല എന്ന് സാരം. സ്വാഭാവികമായും LDF 3ാം സ്ഥാനത്താണ് എന്ന് ഉറപ്പിച്ച മട്ട് തന്നെയായിരുന്നു. പിന്നീടാണ് കോൺഗ്രസ് പാളയത്തിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് P സരിൻ പ്രത്യക്ഷപ്പെടുന്നത്. P സരിനെ തന്ത്രപൂർവ്വം തങ്ങളുടെ പക്കലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങളോട് ചേർത്ത് കൊണ്ടായിരുന്നു പിന്നീട് ഇടതുപക്ഷം രാഷ്ട്രീയ നാടകങ്ങൾക്ക് തുടക്കം കുറിച്ചത്. P സരിന് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് P സരിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇടതുപക്ഷം കളത്തിലിറങ്ങിയപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് അതുവരെ കണ്ടിരുന്ന എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും നന്ദി തിരുത്തിയെഴുതപ്പെട്ടു. അതായത് പാലക്കാട് പിന്നെ മത്സര രംഗത്തേക്ക് ഇടതുപക്ഷം കൂടി ശക്തമായ രീതിയിൽ കടന്നു വന്നു. പിന്നീടുള്ള കോൺഗ്രസിന്റെ ഓരോ ചുവടുകളും പിഴയ്ക്കുന്നതായി കണ്ടിരുന്നു. കോൺഗ്രസിൽ നിന്നും P സരിന് ശേഷം പിന്നീടും പലരും കൊഴിഞ്ഞു പോവുകയും കോൺഗ്രസിൽ ശക്തമായ ഏകാധിപത്യമുണ്ട് എന്നും ഒരു തൃത്വമുണ്ട് എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ തുടക്കമിടുകയാണ് ചെയ്തത്. എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നീട് തിരിച്ചടികളുടെ പരമ്പര തന്നെയായിരുന്നു. നേരെ തിരിച്ച് BJPയിലേക്ക് വരികയാണെങ്കിലും ആഭ്യന്തര കലഹങ്ങൾ BJPയെയും തകിടം മറിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഏറ്റവും ഒടുവിലത്തെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ഒരർത്ഥത്തിൽ കോൺഗ്രസിന് നേട്ടവും BJPക്ക് പ്രതിസന്ധി തന്നെയാണ്. മറ്റൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അത് അത്ര വലിയ ഫലം ഉണ്ടാകില്ല, തിരിച്ചടിയാണ് എന്നുള്ള വിശകലനങ്ങൾ വേറെയുമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവസാനം ഇറക്കിയ എല്ലാ തുറപ്പിച്ചീട്ടുകളും പാളിപ്പോയെങ്കിലും ഇടതുപക്ഷം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയുന്ന വലിയ നേട്ടം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എല്ലാം തന്നെ മികച്ച ഭൂരിപക്ഷത്തിൽ വരുവാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നതും അതിൻ്റെ മേൽക്കൈ തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം UDFനൊപ്പമോ അഥവാ NDAയ്ക്കൊപ്പമോ നിന്നു കഴിഞ്ഞാലും LDF തങ്ങളുടേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് സാരം. അടുത്തത് ചേലക്കരയാണ്. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളമുള്ളത്. 28 വർഷമായി CPMനൊപ്പം നിൽക്കുന്ന ചേലക്കര ഇത്തവണയും മാറി ചിന്തിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് കൂടിയതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലത്തിലെ കണക്കുകളുമെല്ലാം തന്നെ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുമുണ്ട്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ 2,13,103 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 1,55,075 പേർ വോട്ട് ചെയ്യുകയും ചെയ്തു. 72.77% വോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത 72.42%-ത്തിനേക്കാൾ നേരിയ വർധനവാണ് ഇത്. നേരിയതാണെങ്കിലും ഈ മാറ്റം ആരെയാണ് പിന്തുണയ്ക്കുക എന്നാണ് കാത്തിരുന്നിനി കാണേണ്ടതുള്ളത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് തന്നെയാണ്. 7 മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ K രാധാകൃഷ്ണന് സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും ലഭിച്ചത് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനേക്കാൾ കുറഞ്ഞ വോട്ടാണ്. പതിവിന് വിപരീതമായി UDF സംവിധാനം മികച്ച പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തിയത്.
അറിയിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി നീട്ടുക കൂടി ചെയ്തതോടെ പല നേതാക്കളും ചേലക്കരയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. 5000 വോട്ടിനെങ്കിലും ചേലക്കരയിൽ UDF ജയിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. വയനാടും പാലക്കാടും സിറ്റിംഗ് മണ്ഡലമായതിനാൽ തന്നെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും രാഷ്ട്രീയ വിജയമായി തന്നെ UDF കണക്കാക്കുക. ചേലക്കര പിടിക്കാനായാൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരമായും UDFന് ഇതിനെ വിശേഷിപ്പിക്കാനാകും. മറുവശത്ത് പോളിംഗ് കൂടിയത് തങ്ങൾക്ക് ഗുണപരമാകും എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. മണ്ഡലത്തിൽ പുതുതായി ചേർക്കപ്പെട്ട 10000 വോട്ടുകളിൽ 7000 വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് BJP നേതാക്കൾ പറയുന്നത്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വിജയം ചേലക്കരയിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇരു മുന്നണികളുടെയും അവകാശവാദങ്ങൾ വോട്ടെണ്ണൽ ദിനം വരെ മാത്രമേ കാണൂ എന്നാണ് ഇടത് ക്യാമ്പിന്റെ നിലപാട്. 1996 മുതൽ രാധാകൃഷ്ണൻ വിജയം സമ്മാനിച്ചിട്ടുള്ള മണ്ഡലമാണ് ചേലക്കര. ഇടക്കാലത്ത് രാധാകൃഷ്ണൻ മത്സരിക്കാതിരുന്നപ്പോൾ 2014 മത്സരിച്ച് വിജയിച്ച പ്രദീപാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും എന്ന് തന്നെയാണ് ഇടതിന്റെ പ്രതീക്ഷ. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് രാധാകൃഷ്ണനേക്കാൾ മികച്ച വോട്ടുകൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ചു എന്നതാണ് രമ്യ ഹരിദാസിനെ തന്നെ സ്ഥാനാർത്ഥിയായി ചേലക്കരയിൽ മത്സരിപ്പിക്കാനുള്ള UDFന്റെ തീരുമാനത്തിന് പുറകിലുള്ളത്. പക്ഷേ അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില വിശകലനങ്ങൾ KPCC പുറത്തുവിട്ട സാഹചര്യത്തിൽ രമ്യ ഹരിദാസിനെതിരെ ശക്തമായ നീക്കങ്ങൾ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പോലും ഉണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അതായത് രമ്യ ഹരിദാസ് വീണ്ടും മത്സരിക്കുന്നതിൽ കോൺഗ്രസിൽ തന്നെ അതൃപ്തിയുണ്ട് എന്ന് സാരം. മാത്രമല്ല, രമ്യ ഹരിദാസ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണമായി വിലയിരുത്തിയത് ഇത്തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള മികവ് കേട് തന്നെയാണ്. സ്വാഭാവികമായും രമ്യ ഹരിദാസ് വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള വിള്ളലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. ഇതേ സംഘടനാ പിഴവ് വീണ്ടും ചേലക്കരയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ രമ്യ ഹരിദാസിന് അവിടെ വിജയിക്കാനാകില്ല എന്നതും സുനിശ്ചിതം തന്നെയാണ്. സ്വാഭാവികമായും അവിടെയും യുവാർ പ്രദീപിന് അഥവാ അവിടെയും ഇടതുപക്ഷത്തിന് വലിയ വിജയ സാധ്യതയുണ്ട്. അവിടെയും ഇടതുപക്ഷം തങ്ങളുടെ നില ഉറപ്പിക്കാനാകുമെന്ന് തന്നെയാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അവസാനത്തെ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ചതാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് ഇപ്പോൾ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ UDFനെ സംബന്ധിച്ച് 5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ഭൂരിപക്ഷം നേടുമെന്നാണ് ആദ്യമെല്ലാം തന്നെ വാദമുയർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വയനാടിന്റെ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ വലിയ ഇടിവുണ്ടെന്ന് കാണാൻ സാധിക്കും. ആ പോളിംഗ് ശതമാനത്തിലെ കുറവ് യഥാർത്ഥത്തിൽ UDFനെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. അതുവരെ 5 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം എന്ന് പറഞ്ഞിരുന്ന UDF ഇപ്പോൾ കളം മാറ്റി പറയുകയാണ്, അഥവാ വാക്കുകൾ മാറ്റി പറയുകയാണ്. 5 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് UDF ഇപ്പോൾ പറയുന്നത് 4 ലക്ഷത്തിൽ പരം വോട്ടുകൾ എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട T സിദ്ദിഖ് പോലും പറയുന്നുണ്ട് 4 ലക്ഷത്തിൽ പരം വോട്ടുകൾ എന്ന്. മാത്രമല്ല, 4 ലക്ഷത്തിൽ പരം വോട്ടുകൾ UDFന് ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ CPIയുടെയും BJPയുടെയും വോട്ട് നില താരതമ്യേന കുറയേണ്ടതായും വരും. കാരണം പോളിംഗ് ശതമാനം അത്ര കണ്ട് തന്നെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ആനി രാജ വിജയിച്ച് കയറിയത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും 10 വർഷങ്ങൾക്ക് മുൻപ് മത്സരിച്ച സത്യൻ മൊകേരി വീണ്ടും അതേ കളത്തിലേക്ക് എത്തുമ്പോൾ സത്യൻ മൊകേരിക്ക് വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസവും വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സത്യൻ മൊകേരിക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അഥവാ ശരാശരിയേക്കാൾ ഉയർന്ന വോട്ട് നില സത്യൻ മൊകേരി നേടിക്കഴിഞ്ഞാൽ അവിടെയും UDFനെ സംബന്ധിച്ച് വോട്ട് നിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തപ്പെടും. അത് യഥാർത്ഥത്തിൽ UDFന്റെ തിരിച്ചടി തന്നെയാണ്. അത്ര കണ്ട് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലെത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസിന്, പ്രത്യേകിച്ചും സംസ്ഥാന തലത്തിലെ നേതാക്കൾക്ക് അത് വലിയ കോട്ടം തന്നെയായിരിക്കും സമ്മാനിക്കുക. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കുമ്പോൾ 7 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടുന്നു. പിന്നീട് വരുമ്പോൾ അത് 4 ലക്ഷത്തോളമായി ചുരുങ്ങുകയും ചെയ്യുന്നു. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ മുഖം രക്ഷിക്കുക എന്ന് പറയുന്ന വലിയ കർത്തവ്യം വയനാടിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുലിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുക എന്ന് പറയുന്ന വലിയ കർത്തവ്യം അഥവാ വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെയാണ് സത്യൻ മൊകേരിയെ പോലുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി എത്തുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഗണ്യമായ കുറവ് ആ വോട്ട് ശതമാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത്. ആ സാധ്യത യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് തന്നെ നേട്ടവും UDFന് കോട്ടവും തന്നെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ 3 മണ്ഡലങ്ങൾ, അതായത് വയനാട്, ചേലക്കര, പാലക്കാട് എന്നീ 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുമ്പോൾ ഒരു പക്ഷേ സാഹചര്യങ്ങളെല്ലാം UDFന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലും വിജയം ഒരുപക്ഷെ UDFനൊപ്പം നിന്ന് കഴിഞ്ഞാലും നേട്ടം കൊയ്യാൻ പോകുന്നത് LDF തന്നെയാണെന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. LDFനെ സംബന്ധിച്ച് അവർ തങ്ങളുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുക തന്നെയാണ്. വോട്ട് ശതമാനവും വോട്ട് നിലയും വർദ്ധിപ്പിക്കുക തന്നെയാണ്. ആ വോട്ട് ശതമാനം അഥവാ ആ വോട്ട് നില വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ CPMനെ സംബന്ധിച്ച് അഥവാ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള അടിത്തറ പാകുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും.